തിഹാമ പർവ്വതത്തോളം കർമ്മങ്ങളുമായി അന്ത്യദിനത്തിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വരും. ഫജഅലഹു അല്ലാഹു അസ്സ വജല്ല ഹബഅൻ മൻസൂറ. പക്ഷെ അവർ കൊണ്ടുവന്ന ആ സൽക്കർമ്മങ്ങളെ മുഴുവൻ അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയും. അപ്പോ സൗബാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പൊ കർമ്മം ചെയ്യാത്ത ആളുകളെ കുറിച്ചല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണതെന്ന് വ്യക്തമാണ്. ഭൗതികതയിൽ പ്രമത്തരായി ജീവിതത്തിൽ നിഷ്ഠയില്ലാതെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കാതെ പോകുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. അവരെ കാര്യം എടുക്കാനില്ല, ഇത് വേറെ തന്നെ ചർച്ചയാണ്. ജീവിതത്തിൽ നിഷ്ഠയുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തന്നെയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ സൗബർ റളിയല്ലാഹു അൻഹു അസ്വസ്ഥനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, നബിയെ അവരാരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിൽ അവരുണ്ടോ? അത് ഞങ്ങളാണോ? അവരങ്ങനെയാണ്. അവർക്ക് അവരുടെ പരലോകം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ചെറിയൊരു സൂചന വരുമ്പോഴേക്ക് ഒരു വളരെ അസ്വസ്ഥരായി അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യത്തിനനുസരിച്ച് ജീവിതത്തെ അവർ ചിട്ടപ്പെടുത്തുകയും ചെയ്യും. ചെറിയ സൂചനകൾ അവർക്ക് കിട്ടിയാൽ മതി. സ്വർണ്ണമോതിരം ധരിച്ചെത്തിയ വ്യക്തി സ്വർണ്ണമോതിരം കയ്യിൽ അണിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ വിരലിൽ നിന്ന് അത് ഊരി എറിഞ്ഞിട്ട്, നരകത്തിന്റെ ഇന്ധനവുമായിട്ടാണോ നീ നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ആ മോതിരം ഇങ്ങനെ മണ്ണിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് നീ അത് കയ്യിൽ അണിയരുത് എന്ന് മാത്രമാണ്. അതിന്റെ ഉപകാരം നിനക്ക് എടുക്കാലോ, ആ മൂല്യം നിനക്ക് എടുക്കാം എന്നാ അതിന്റെ കച്ചവടത്തിൽ ഇറക്കാം, നിന്റെ ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, അതെടുത്തോളൂ എന്ന് ബാക്കിയുള്ള സ്വഹാബിമാർക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, പ്രവാചകൻ ഊരിയെറിഞ്ഞ ഒന്നല്ലേ, ഇനി അതെന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഞാൻ ഉപയോഗിക്കണില്ല, എനിക്ക് പറ്റിയൊരു തെറ്റാണ്, ഞാൻ ആ തെറ്റ് തിരുത്തുന്നു. ഇങ്ങനെയാണ് അവരുടെ ഒരു രീതി. ഏത് കാര്യത്തിൽ അവരുടെ ഒരു രീതി ഇങ്ങനെയാണ്. ഇപ്പം ഒരേ കുടുംബത്തിൽ ഒരേ വീട്ടിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും അവരുടെ വീട്ടിലേക്ക് വരുന്ന മറ്റൊരു വയോധികയായ സ്ത്രീ അവരോട് പറയാണ്, മക്കളെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ പാല് തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ പാല് തന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പറ്റുമോ? അതാരോടും മിണ്ടണ്ടെന്നല്ല, നേരെ പ്രവാചകന്റെ അടുത്ത് പോയിട്ട് അവരതിലെ മസാല മനസ്സിലാക്കിയിട്ട് രണ്ടാളും പിരിയാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവര് പരലോകവുമായി ബന്ധപ്പെട്ട സൂചനകൾ അവർക്കെതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരുത്തും. അതന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം. സൗബാർ റളിയല്ലാഹു അൻഹു ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം തന്നെയാണ്. നബിയെ അവരാരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങളാണോ അത് ഞങ്ങളുടെ കൂട്ടത്തിൽ അവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നഹും മിൻ ഇഖ്വാനിക്കും വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്, നിങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവരാണ്, നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ്. യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങളൊക്കെ രാത്രി നിസ്കരിക്കണ പോലെ നിസ്കരിക്കണവരാണ് അവര്. നിങ്ങളൊക്കെ രാത്രി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കുന്നവരാണ് അവർ. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അതാണ് അവരുടെ പ്രശ്നം. അവര് ആരാധനകളിലുണ്ട്, അവർ പള്ളിയിലുണ്ട്, അവർ ജമാഅത്ത് നമസ്കാരത്തിലുണ്ട്, അവർ സ്വതക്കയിലുണ്ട്, അവരെല്ലാ കാര്യത്തിലുണ്ട്. പക്ഷേ അവർ രാത്രി നിസ്കരിക്കണമുണ്ട്, അവർ ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം കിടക്കുന്നത് വലാകിന്നഹും അഖ്വാമുൻ, ആ ജനവിഭാഗം അവരുടെ പ്രത്യേകത, അഥവാ തിഹാമാ പർവ്വതത്തോളം അമലും കൊണ്ടുവന്നിട്ട് അള്ളാഹു ഒന്നും സ്വീകരിക്കാതെ അത് പൊടിയാക്കി കളയുന്ന, പാറ്റിക്കളയുന്ന ആ വിഭാഗം എന്ന് പറയുന്നത് ഇദാ ഖലൂ ബിമഹാരിമില്ല, അവർ അള്ളാഹു നിഷിദ്ധമാക്കുന്ന ആ മേഖലയിലെത്തുമ്പോൾ ഇൻതഹഖൂഹ, ആ നിഷിദ്ധങ്ങൾ ആക്കിയതിനെ അവർ ലംഘിച്ച്, അഥവാ അത് പാലിക്കാതെ അവർ മുന്നോട്ട് പോകുന്നു എന്നാണ്. അത് പാലിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ്. അഥവാ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഓരോരുത്തരും ഇടപെടുന്ന സ്വകാര്യതയിൽ ഒരു വ്യക്തിക്കുണ്ടാകേണ്ടുന്ന സൂക്ഷ്മതയെക്കുറിച്ചാണ്, പാപമുക്തമായ ജീവിത നിലപാടിനെ കുറിച്ചാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന് മറ്റൊരു അനുബന്ധം കൂടിയുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിന്റെ ചില അനുബന്ധങ്ങൾ കൂടി നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടി വായിക്കാൻ പറ്റും. പ്രവാചകൻ ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ഒരു ജനവിഭാഗം അവർ ഒരു താഴ്വരയിൽ എത്തിപ്പെടുന്നു.
അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും? വിറക് ശേഖരിക്കാൻ പോകുന്നു. വിറക് ശേഖരിച്ച് ഓരോരുത്തരും മരുഭൂമിയല്ലേ, അങ്ങനെ തപ്പിത്തടഞ്ഞ് തെരഞ്ഞ് നടന്ന അവസാനം ഒരാൾക്കൊരു കൊമ്പ് കിട്ടും, ഒരാൾക്കൊരു ചുള്ളി കിട്ടും. അതൊക്കെ ആയിട്ട് അവരിങ്ങനെ വരും, വന്നിട്ട് അതിങ്ങനെ കൂട്ടിയിടും. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ. അവനിങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ നിസ്സാരവൽക്കരിക്കപ്പെട്ട, അവന്റെ സമീപനം കൊണ്ടോ അവന്റെ ബോധ്യത്തിന്റെ കുറവ് കൊണ്ടോ അവന്റെ പഠനത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ തൗഫീഖിന്റെ കുറവ് കൊണ്ടോ അവന് സൂക്ഷ്മത പാലിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. അതിങ്ങനെ ആ തിന്മകൾ അവൻ ഇങ്ങനെ ചെയ്യും. ആ തിന്മകൾ അവൻ ഇങ്ങനെ ചെയ്ത് അവസാനം അതെന്ത് ചെയ്യും? അതൊരു കൂമ്പാരമായി മാറും. ഓരോ വ്യക്തികൾ ഓരോ വിറക് കൊള്ളി കൊണ്ടുവന്ന് വെച്ച് അതിങ്ങനെ കൂമ്പാരമായതുപോലെ തന്നെ ഈ വ്യക്തി അയാളുടെ ഒരു 50 കൊല്ലം ജീവിക്കുമ്പോൾ, 40 കൊല്ലം ജീവിക്കുമ്പോൾ, 60 കൊല്ലം ജീവിക്കുമ്പോൾ, 35 കൊല്ലം ജീവിക്കുമ്പോൾ ഇതേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതൊരു കൂമ്പാരമായി മാറും എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അനസ് റളിയല്ലാഹു അൻഹുവിനെ കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 9ാമത്തെ വയസ്സ് മുതൽ ചേരുകയും പ്രവാചകന്റെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകൾ കാണുകയും ചെയ്ത ഒരാളാണ് എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനമായി വഫാത്താകുന്ന, മരണപ്പെട്ടു പോകുന്ന സ്വഹാബിമാരിൽപ്പെട്ട ആളാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിമാരിൽപ്പെട്ട ആളാണ്. പ്രവാചകൻ പഠിപ്പിച്ച ദീന് സമൂഹത്തിൽ സംരക്ഷിതമായി നിൽക്കുന്നതിന്റെ ഭാഗമായി, അത് സംരക്ഷിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ അജലിനെ അത്രയും ദീർഘിപ്പിച്ചു കൊടുത്തത് എന്ന് നമുക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് എന്ത് കാണാൻ പറ്റും? 9ാം വയസ്സ് മുതലുള്ള പ്രവാചക ജീവിതത്തെയും സദസ്സിനെയും പള്ളിയെയും ഒക്കെ ഓർമ്മയിൽ വരും. ഏകദേശം 100ഓളം വയസ്സ് എത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ബാക്കോട്ട് ചിന്തിച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്, ഇന്നക്കും ലതഅമലൂന അമലൻ ഹിയ അദഖു ഫീ അഅയുനികും മിനശ്ശഅരി വകുന്ന നഉദ്ദുഹാ ഫീ അഹ്ദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. അഥവാ സ്വഹാബത്തിന്റെ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞ് താബിഈങ്ങളിലേക്ക് ഇങ്ങനെ എത്തി, ആ താബിഈങ്ങളുടെ കാലഘട്ടത്തിന്റെ മധ്യാഹ്നം പിന്നിടുമ്പോഴാണ് ഒരു സുദീർഘവും സമ്പൂർണവും മനോഹരവുമായ ഇസ്ലാമിക സാമ്രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ആത്മീയാന്തരീക്ഷത്തെക്കുറിച്ചും തക്ബീറിന്റെ, തഹ്ലീലിന്റെ, തസ്ബീഹിന്റെ മുഴക്കങ്ങൾ ഉണ്ടാകുന്ന ഈത്തപ്പന തോട്ടങ്ങൾക്കുള്ളിലേക്ക് പോലും, ആ ഇടവഴികളിലേക്ക് പോലും ആ ഒരു ആത്മീയ അന്തരീക്ഷം എത്തി നിൽക്കുന്ന ആ കാലത്തേക്ക് തിരിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്നക്കും ലതഅമലൂന അമലൻ, നിങ്ങൾ ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്, ഹിയ അദഖു ഫീ അഅയുനികും മിനശ്ശഅരി, നിങ്ങൾ അതൊരു മുടിനാരോളം നിസ്സാരമായിട്ടാണ് കാണുന്നത്. വകുന്ന നഉദ്ദുഹാ ഫീ അഹ്ദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്, പ്രവാചകന്റെ കാലത്ത് അതിനെ ഞങ്ങൾ കണ്ടിരുന്നത് വൻപാപങ്ങളായിട്ടാണ്. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലാ, ഇതിപ്പോ എന്താ അങ്ങനെയല്ലേ, കാലം അങ്ങനെ ആവുമ്പോ അങ്ങനെയല്ലേ, നമ്മൾ സാഹചര്യം ഇങ്ങനെ ആവുമ്പോ അതിന് അങ്ങനെ ഒരു ഇതില്ലേ, ഇങ്ങനെ ഒരു ഇത് വരുമ്പോ അത് അങ്ങനെ ആകൂലേ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഇത്തരം കാര്യങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞങ്ങൾ അതിനെ പരിഗണിച്ചിരുന്നത് വൻപാപങ്ങളായിട്ടാണ്. ഞങ്ങൾ അതിനെ വൻപാപങ്ങളായി പരിഗണിച്ചത് കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അത്രയും ജീവിതത്തിൽ ചിട്ടയുള്ളവരായിരുന്നു. അവർക്ക് കൃത്യതകൾ ഉണ്ടായിരുന്നു, അവർക്ക് ആത്മവിചിന്തനങ്ങൾ ഉണ്ടായിരുന്നു. അവർ തുടർച്ചയായി പരിശോധിക്കുമായിരുന്നു അവരെ കുറിച്ച്. വഴിയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻളല റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്ന രംഗം നമുക്കറിയാം. ഹൻളല റളിയല്ലാഹു അൻഹു എന്ന ജീവിതത്തിൽ എത്രത്തോളം സൂക്ഷ്മമാണ് അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ജിഹാദിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണം. അതൊക്കെ കിട്ടാൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാനത്തെ മണിക്കൂർ പരിശോധിച്ചാൽ മതി. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹൻളലയും അതിന്റെയും മുമ്പ് ജീവിതത്തിൽ നടത്തിയ സംഭാഷണത്തിലേക്ക് വരുന്നതായിരിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടാൻ എളുപ്പം. എന്താ, ഹൻളല റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരിക്കുമ്പോ ഒരു ജിഹാദിന്റെ പടപുറപ്പാടിന്റെ ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ അവിടുന്ന് മനസ്സിലായി. പ്രവാചകൻ ഒരു പുതിയ ജിഹാദിന് പോവാണ്. അദ്ദേഹം തന്റെ ഇണയോട് അനുവാദം ചോദിച്ചു. അനുവാദം ചോദിക്കാതെ, പെർമിഷൻ എടുക്കാതെ ഒരിക്കലും പോകാൻ പറ്റൂല. അങ്ങനെ ഭാര്യ അനുവദിച്ചു. പ്രവാചകൻ ജിഹാദിന് പോകുമ്പോ, മദീനയിലെ ആണുങ്ങൾ മുഴുവൻ ജിഹാദിന് പോകുമ്പോ അങ്ങ് മാത്രം അങ്ങനെ മണിയർ ആഘോഷിക്കേണ്ടതില്ല എന്ന് നവവധു ഭർത്താവിനോട് പറഞ്ഞു. അദ്ദേഹം അടർക്കളത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. പിന്നീടാണ് പ്രവാചകൻ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഹൻളലയുടെ വിവാഹ ദിവസമായിരുന്നു ഇന്ന്.
അദ്ദേഹത്തിന്റെ വിധവ പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. ഒരു നാട്ടിൻ പുറത്തെ പെണ്ണിന്റെ ഭാഷയിൽ വേണമെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി കൊന്നുലേ? നിങ്ങൾക്ക് മതിയായില്ലേ എന്നായിരിക്കും ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഒരു പരാതി പറയാനാണ് വന്നത് എന്ന് കേട്ടപ്പോൾ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. ഞാനും അദ്ദേഹവും തമ്മിലുള്ള ശാരീരിക കാര്യങ്ങൾ കഴിഞ്ഞ് ഒളൂ ചെയ്ത് അദ്ദേഹം ഒന്ന് ഉറങ്ങി എണീറ്റ്, അപ്പോഴാണ് അങ്ങ് യുദ്ധത്തിന് പോകുന്ന പടപ്പുറപ്പാടിന്റെ ശബ്ദം, ആഹ്വാനങ്ങൾ അങ്ങ് മദീന പള്ളിയുടെ മുറ്റത്തുനിന്ന് കേൾക്കുന്നത്. എൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചു. പുറപ്പെട്ടപ്പോൾ ഞാനും അദ്ദേഹത്തെ ഒന്ന് കുളിക്കാനും ജനാബത്തിൽ ഒന്ന് ശുദ്ധിയാകാനും ആവശ്യപ്പെടാൻ വിട്ടുപോയി നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം തുടുത്തു, നെറ്റിത്തടം വിയർത്തു. സ്വഹാബത്തിന് മനസ്സിലായി ജിബ്രീലിന്റെ ആഗമനം ഉണ്ടാവുകയാണ് എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുപോയപ്പോ പ്രവാചകൻ പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ വഹി വരുമ്പോ പ്രവാചകന്റെ ഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സദസ്സ് നിശബ്ദമായി. ആ ഭാവ വ്യത്യാസങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ കണ്ണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു. അങ്ങ് അവിടെ ആകാശത്ത് മലക്കുകൾ ഹൻദലയെ കുളിപ്പിക്കുന്നുണ്ട്. മലക്കുകൾ ഹൻദലയുടെ ജനാബത്ത് കുളിപ്പിക്കുന്നുണ്ട്. സാരല്ല, അവര് അള്ളാഹുവിന്റെ റസൂലിനോട് നന്ദി പറഞ്ഞ് മദീനയിലെ ഈത്തപ്പനത്തോട്ടങ്ങളുടെ ഇടവഴികളിലൂടെ തന്റെ കുടുംബ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഇത്രയും ഈമാനിക ആവേശം കാത്തു സൂക്ഷിച്ചിരുന്ന ഹൻദല റളിയല്ലാഹു അൻഹു, അദ്ദേഹം വഴിയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, ഹൻദലക്ക് എന്തു പറ്റി? ആകെ അങ്ങക്ക് എന്തൊക്കെയോ ഉള്ളിൽ എന്തൊക്കെയോ ആശങ്കകളുണ്ടല്ലോ, വേദനകളും വെപ്രാളങ്ങളും ഉണ്ടല്ലോ. അപ്പോ പ്രവാചക ശ്രേഷ്ഠന്റെ ഏറ്റവും ശ്രേഷ്ഠനായ സ്വഹാബിയോട് അദ്ദേഹം തന്റെ മനസ്സിന്റെ വേദന പങ്കുവെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവാചകന്റെ സദസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഈമാനികമായ ആവേശമാണ്. പ്രവാചകൻ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തെ കാണും പോലെ ഞാൻ അത് കേൾക്കും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം കാണും പോലെ ഞാൻ അത് കേൾക്കും. മദീന പള്ളിയും വിട്ട് വീട്ടിലെത്തി ജീവിതായോധനങ്ങളിലേക്കും കച്ചവടത്തിലേക്കും ഒക്കെ തിരിയുമ്പോൾ മദീന പള്ളിയിലെ അതേ മാനസികാവസ്ഥ എനിക്ക് കിട്ടുന്നില്ല. രണ്ട് സ്ഥലത്ത് രണ്ട് മനസ്സാണ്. ഒന്ന് ഈമാനിന്റെ ഉയരമുള്ള മനസ്സ്, രണ്ടാമത്തത് നിഫാഖിന്റെ മനസ്സാണോ എന്നെന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. എനിക്കും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹവും അസ്വസ്ഥനായി. അവിടെ ആശ്വസിപ്പിക്കലല്ല, അവിടെ അസ്വസ്ഥതപ്പെടലാണ്. നേരെ പ്രവാചകന്റെ അടുത്ത് ചെന്നു. പ്രവാചകൻ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈ പള്ളിയിൽ ഞാൻ നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന നേരത്ത് നിങ്ങൾക്കുള്ള മാനസികാവസ്ഥ മദീനയിലെ വഴിയോരങ്ങളിൽ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുകയാണെങ്കിൽ ലസാഫഹ്തുകുമുൽ മലായിക, മലക്കുകൾ വന്ന് നിങ്ങൾക്ക് ഷേക്കാണ്ട് തരും. അതിന് മാത്രം ഉയരമുള്ള മനസ്സാണ്. മനസ്സിന് അങ്ങനെ ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ആ അവസ്ഥകളെ പരിപാലിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനം എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, പാപം എപ്പോഴാണ് സംഭവിക്കുന്നത്? അഹ്ലുസുന്ന പഠിപ്പിച്ചു, അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ ഏറുകയും കുറയുകയും ചെയ്യും. ഈമാൻ കൂടുമ്പോൾ മനുഷ്യൻ വിശ്വാസത്തിന്റെ ആസ്വാദനത്തിലേക്ക് എത്തുന്നു. ഈമാൻ കുറയുമ്പോഴോ മനുഷ്യൻ പാപത്തിലേക്ക് വീണുപോകുന്നു. ഈ പാപങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പരിക്കുകൾ എന്താണ്? പാപങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പരിക്കുകൾ നേരത്തെ ഈ വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഉള്ള ആ ഒരു വലിയ മനസ്സ് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. സ്ഥിരം ചെയ്യണ പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പടച്ചോനിൽ കാണേണ്ട ഒരു വലുപ്പുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റൂല. പടച്ചോനിൽ കാണേണ്ട ഒരു വലുപ്പുണ്ടല്ലോ, അത് നമുക്ക് കാണാൻ പറ്റൂല. എന്താ കാര്യം? ഖുർആൻ പറയണേ, അള്ളാഹുവിന്റെ ശിആറുകളെ, അള്ളാഹു ശ്രേഷ്ഠമാക്കിയതിനെ ശ്രേഷ്ഠമാക്കിയും അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചും മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് തഖ്വൽ ഖുലൂബ് ഉള്ളത് എന്നാണ്. അപ്പോ അള്ളാഹുവിനെ വലുതായി കാണാനും അവന്റെ അടുത്ത് സങ്കടങ്ങൾ പറയാനും അവനാണ് മനുഷ്യനെ പഠിച്ചത്. വലഖദ് ഖലഖനൽ ഇൻസാൻ, നിശ്ചയം മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഉള്ളിലെ ഓരോ ആശങ്കകളെയും നൊമ്പരങ്ങളെയും നാം അറിയുന്നുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ഖണ്ഡനാടിയോളം നാം അടുത്താണെന്നുള്ള ആ ഒരു ഫീലിംഗ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ചോദിച്ചു വന്ന ആ സ്ത്രീക്കും കുട്ടിക്കും ആകെ 2 ചോള കാരക്ക കൊടുക്കാനേ ഉണ്ടായതുള്ളൂ. ആ കാരക്കയും വാങ്ങി അവർ പോയപ്പോ ദൂരെ അകലെ അങ്ങ് കാണാമറയത്ത് അവര് മായും വരെ പ്രവാചകൻ അവരിങ്ങനെ നോക്കി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആയിഷ, ആ ഉമ്മ കുഞ്ഞിനെ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല നബിയെ എന്ന് പറഞ്ഞപ്പോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയാണ്, എങ്കിൽ ആ കുഞ്ഞിന് ആ ഉമ്മയോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം അള്ളാഹുവിന് അവന്റെ അടിമയോടുണ്ടെന്നാണ്. ഈ ഫീലിംഗ് അപ്പൊ എന്താ, എന്തും പറയാൻ എനിക്കൊരാളുണ്ട്, ഞാനോട് പറഞ്ഞാ മതി, എനിക്ക് തരും, അല്ലെ, എനിക്ക് തരും. അള്ളാഹുവിന്റെ റസൂലിനോട് അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, നബിയേ അങ്ങയുടെ അടിമകളോട് അങ്ങ് പറയണം, തെറ്റ് ചെയ്ത അടിമകളോട് അങ്ങ് പറയണം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണെന്ന് പറയണം എന്ന് പറയാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് സഹോദരന്മാരെ. ഒന്നാമത്തെ കാര്യം, നമുക്ക് അള്ളാഹുവായിട്ടുണ്ട് ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ, അള്ളാഹുവായിട്ട് വർത്താനം പറയാൻ കഴിയാതെ പോകുക എന്നുള്ളതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട മസ്അല പറഞ്ഞപ്പോ കുറച്ചു മുമ്പ് നമ്മളൊരു ചരിത്രം പഠിച്ചിട്ടുണ്ട്. എന്താ, ഒരു താബിഈ വര്യന് അദ്ദേഹത്തിന്റെ കയ്യില് മാരകമായ ഒരു രോഗം വന്ന് ആ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. മുറിച്ചു മാറ്റാൻ വേണ്ടി ഡോക്ടർ വന്നപ്പോ അദ്ദേഹം അന്നത്തെ ചികിത്സാ സമ്പ്രദായ പ്രകാരം മുറിച്ചു മാറ്റുന്ന രീതിയിൽ മുറിച്ചു മാറ്റാൻ അദ്ദേഹം വഴി പറഞ്ഞെന്താ അറിയോ, ഞാനിങ്ങനെ ഖുർആൻ ഓതി എന്റെ കണ്ണുകൾ ഇങ്ങനെ ചുമന്നു തുടുത്തു വരുമ്പോ, എന്റെ കണ്ണുകൾ ആകാശത്തിൽ ഉടക്കി നിൽക്കുമ്പോ നിങ്ങൾക്കത് ചെയ്യാം എന്നാണ്. അപ്പോ ഞാനൊന്നും അറിയില്ല അല്ലെ. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. രണ്ടാമത്തെ ഒരു വിഷയം, ഇത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ പാപങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ അയാൾക്ക് ഈമാനിന്റെ രുചി കിട്ടാതാകും എന്നാണ്. ഇന്ന റജുല ലയുഹർരിമു റിസ്ഖ് ബിദ്ദംബി യുസീബുഹു, വ്യക്തിയുടെ റിസ്ഖ് എന്ത് ചെയ്യും, റിസ്ഖിൽ അത് വലിയ പരിക്കുണ്ടാക്കും. ആദ്യത്തെ കാര്യം തന്നെ, റിസ്ഖിൽ അത് വലിയ പരിക്കുണ്ടാക്കും. പാപങ്ങൾ കൂടി വരുമ്പോ അവന്റെ സമ്പാദ്യത്തിൽ അത് വലിയ നഷ്ടം ഉണ്ടാക്കും, സമ്പാദ്യത്തിൽ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ പല നഷ്ടങ്ങളും, നമുക്ക് വരുന്ന പല നഷ്ടങ്ങളും അതിനിങ്ങനെ കാരണം പറയാം. അതൊരു എന്താ പറയാ, ഒരു കറണ്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ട് സർക്യൂട്ടായി പോയതാണ്, പ്രളയത്തിൽ പോയതാണ്, കാറ്റിൽ പോയതാണ്, മാർക്കറ്റ് ഇപ്പൊ ഡൗൺ ആണ്, കോവിഡിന്റെ ശേഷം പ്രശ്നമാണ്, അല്ലേ. കോവിഡിന്റെ ശേഷം ഇവിടെ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളെ പ്രശ്നം അതുകൊണ്ട് തന്നെയാണോ നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങളായിരിക്കും നമുക്ക് നഷ്ടം വരുത്തിയത്. രണ്ട്, പാപങ്ങൾ മനുഷ്യന്റെ കർമ്മങ്ങൾ മനുഷ്യന്റെ റിസ്ഖിൽ, അവന്റെ സമ്പാദ്യത്തിൽ നഷ്ടം വരുത്തും. മൂന്നാണ് ഞാൻ പറഞ്ഞത്, എന്ത്, ഒരു വ്യക്തി അയാൾക്ക് അയാളുടെ പാപങ്ങൾ കൊണ്ട് അള്ളാഹുവുമായുള്ള അല്ലെങ്കിൽ ആത്മീയമായ ഒരു അനുഭൂതി അയാൾക്ക് കിട്ടുകയില്ല എന്നാണ്. ലാ യജിദു തഅമുൽ ഇബാദ മൻ അസല്ലാഹ വലാ മൻ ഹമ്മ ബിമഅസിയതിഹി. പാപങ്ങൾ ചെയ്യണമെന്ന് നിരന്തരം ഇങ്ങനെ ചിന്തിക്കുക, വ്യഭിചാരത്തെ കുറിച്ച് നിരന്തരം ഇങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ ഏതോ ഒരു തിന്മ, ആ തിന്മ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നിരന്തരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു വ്യക്തി. അല്ലെങ്കിൽ പാപങ്ങളിൽ തുടർച്ചയായ ഒരാൾ ഇങ്ങനെ ഉണ്ടാകുക, ലാ യജിദു തഅമുൽ ഇബാദതി മൻ അസല്ലാഹ, അള്ളാഹുവിനെ ധിക്കരിക്കുക. ആ വ്യക്തിക്ക് ഇബാദത്തിന്റെ ഒരു സുഖം കിട്ടൂല എന്നാണ്. നിസ്കാരത്തിലേക്കാണ് കയറി നിന്നാല് നിസ്കാരം ഒന്നും ഫീൽ ചെയ്യൂല, നിസ്കാരം എത്ര ഒക്കെ നിസ്കരിച്ചു എന്ന് ഓർമ്മ ഉണ്ടാവില്ല, അതങ്ങനെ കഴിഞ്ഞു പോകും. ഒരു യാന്ത്രികമായ അനക്കമായി, അടക്കമായി, അങ്ങനെ ഒരു കർമ്മമായി, ഒരു ക്രിയയായി, ഒരു പ്രക്രിയയായി അതങ്ങനെയാണ് കഴിഞ്ഞു പോകും. അതാണ് സംഭവിക്കാന്നാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യം ഒരു വ്യക്തിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. ഇബാദത്ത്, സ്വതക്ക കൊടുക്കുമ്പോൾ സ്വതക്കയിൽ ഒരു ആസ്വാദനം ഉണ്ടാകുക, അല്ലേ. സ്വതക്കയിൽ ഒരു ആസ്വാദനം ഉണ്ടാകുക, സ്വതക്കയിൽ ഒരു ആസ്വാദനം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ മുസ്ലിം സമൂഹം നിസ്കരിക്കുന്ന പള്ളികളിൽ മഹാഭൂരിപക്ഷവും ആര് തന്നതാ? അറബ് സഹോദരന്മാര് തന്നതാണ്. എങ്ങനെ അവർക്ക് തരാൻ പറ്റണേ? എങ്ങനെ അവർക്ക് തരാൻ കഴിയണേ? എന്തുകൊണ്ടാണ് അത് അവർ തരുന്നത്? ആ സ്വതക്കയിൽ അവർക്കൊരു ആശ്വാസം ഉണ്ട്. ഇപ്പൊ കുവൈത്തിലൊക്കെ പോയാൽ ഹിയാത്തുറാസിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്. ലോകാടിസ്ഥാനത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘമാണ്. അവരുടെ ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് കാണാം, സ്ത്രീകൾ ഇങ്ങനെ വന്ന് ക്യൂല് നിന്നിട്ട് അവരെ ഓർണമെന്റ്സ് ഇങ്ങനെ ഊരിയിട്ട് കൊടുക്കും, ത്രാസിൽ ഇങ്ങനെ വെച്ച് തൂക്കിയിട്ട് ഒരു സ്ലിപ്പ് കൊടുക്കും. അവര് നേരെ അവരുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ഫർ സംവിധാനം വെച്ചിട്ടേക്ക് ഇങ്ങനെ ക്യാഷ് അയക്കും. എന്താ, സ്വർണത്തിന്റെ സക്കാത്ത് സമയമാകുമ്പോ കൊണ്ടേ കൊടുക്കാണ്. ആരും ഇങ്ങോട്ട് വന്ന് പിടിച്ചോണ്ടോകല്ല, അത് അവിടെ കൊണ്ടേ കൊടുത്തിട്ട് അവനാന്റെ എന്താ പറയാ ജീവിതത്തിൽ ഉഴുതുണ്ടാക്കുകയാണ്. പടച്ചോനെ ഇതിമ പിടിക്കല്ലേ, കിഡ്നി രോഗിന്റെയും ക്യാൻസർ രോഗിന്റെയും പൈസ വെച്ചിട്ട് ഞാൻ എന്റെ ബിസിനസ് പണിതുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ എന്നുള്ള ചിന്തയിലേക്ക് അവരെത്തണം. അതേപോലെ ഏത് കമ്പനിയിൽ നമ്മൾ പോയാലും ആ കമ്പനിയിലൊക്കെ ഉണ്ടാകും സ്വതക്കന്റെ ഒരു വകുപ്പ് ഉണ്ടാകും, ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. സ്വതക്കന്റെ വകുപ്പിൽ കൊണ്ട് പ്രൊജക്ട് കൊടുത്താൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും, വിശദാംശങ്ങൾ നോക്കും, അല്ലെ.
അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂല. കേരളത്തിലെ കമ്പിന്റെ വില എത്രയാണെന്ന് അവിടെ സിസ്റ്റത്തിലിരുന്ന് കിട്ടുന്ന കാലാണ്. ഒക്കെ ചെക്ക് ചെയ്യും, വിശദാംശങ്ങൾ ചോദിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് ഞാൻ വെറുതെ ചോദിക്കട്ടെ? നമ്മളൊക്കെ നാടുകളിലെ ലാൻഡ് ലോഡ്സ്, ഇവിടുത്തെ ഭൂസ്വത്തുള്ളവരും അതുപോലെ തന്നെ സമ്പന്നരും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിലേറെയൊക്കെ എത്രയോ ദരിദ്രരായ മനുഷ്യന്മാര് പള്ളികളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് വളരെ വ്യക്തിപരമായി അറിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രദേശത്ത് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണി ഒക്കെ നിലച്ചുപോയി. ആ നാട്ടിൽ നിന്ന് ഒരു കത്തുമായി നമ്മൾ ഖുത്ബ പറയുന്ന പള്ളിയിൽ വരികയാണ്. ഈ പള്ളി നിർമ്മിച്ചിരുന്ന അറബിക്ക് ഇനി ഒരു രൂപ പോലും തരാൻ കഴിയാത്ത വിധം അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പള്ളി നമ്മൾ പൂർത്തിയാക്കണം. ഈ അറബ് സഹോദരൻ ആരാണെന്ന് അറിയണോണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴുള്ള വിഷയം എന്താ പറയുക, ഇയാളൊരു ഫറാഷാണ്. നമ്മളെ നാട്ടിലെ സ്കൂളിലൊരു പ്യൂണിന്റെ ഇന്ത്യൻ താഴെയുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണ് ഈ ഫറാഷ് എന്ന് പറയുന്നത്, ക്ലീനിങ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആള്. അയാൾ റിട്ടയർഡ് ആയപ്പോ, സർവീസിൽ നിന്ന് ഇറങ്ങിയപ്പോ അയാൾക്ക് കിട്ടിയ പൈസ, ആ പൈസ കൊണ്ട് കേരളത്തിലൊരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമ്മളെ നാട്ടിലെ ബജറ്റും രാഷ്ട്രീയവും ഭരണകൂടമൊക്കെ വല്ലാത്ത സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ അതാകെ അട്ടിമറിഞ്ഞ് അത് നിർമ്മാണ ചെലവ് കൂടി അയാൾ പിന്നെ എവിടുന്നൊക്കെ എടുത്തെടുത്ത് മരിക്കണിന് മുമ്പ് ഒന്ന് കാണണം പള്ളി, എനിക്ക് വേറൊരു നിർവാഹമില്ലാഞ്ഞിട്ടാണെന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ട ആൾക്കാർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ കത്ത് കൊടുത്തത്. അപ്പൊ നിങ്ങൾ നോക്ക്, വെറും ഒരു ഫറാഷ്, വെറും ഒരു ക്ലീനിങ് ഡ്യൂട്ടി നിർവഹിക്കുന്ന ആള്. ഞാനും സർവീസിലുള്ള ഒരാളാണ്. നമ്മൾ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് സംബന്ധിച്ച് എന്തൊക്കെ പ്ലാൻ ഓരോരുത്തർക്ക് ഉണ്ടാവും. അവരുടെ പ്ലാന് പരലോകമായിരുന്നു അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വമൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ ജഅലല്ലാഹു അൽ ഗിന ഫി ഖൽബി, അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഐശ്വര്യത്തിട്ട് കൊടുക്കും. വജമഅ ലഹു ശംലഹു, അവന്റെ പ്ലാൻ പടച്ചോൻ ഏറ്റെടുക്കും. എന്താ പേടി? എന്തിനാ നമുക്ക് പേടി? ഒരു പേടിയുടെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് ഇത്രേ ഉള്ളൂ, ഇബാദത്തിൽ ഒരു ആസ്വാദനം ഉണ്ട്. ആ ആസ്വാദനം അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവർക്ക് പിന്നെയും പിന്നെയും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നന്മകൾക്ക് പകരം തിന്മകൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ത്? ശർഈയായ ഇൽമ് തലി കയറൂല. കാരണം എന്താ? തഖുല്ലാഹ് വയഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോളി, അപ്പൊ അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. മഹാനായ ഇമാം വക്കീഅ് റഹിമഹുല്ലാന്റെ അടുത്ത് ഇമാം ഷാഫിഈ റഹിമഹുല്ല ചെന്ന് പറയുന്നുണ്ട്, ശകൗതു ഇലാ വകീഇൻ മിൻ സൂഇ ഹിഫ്ദി ഫർശദനി ഇലാ തർക്കിൽ മആസി വഖാല ഇലം ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുതാ ലിആസി. ഇമാം ഷാഫിഈ റഹിമഹുല്ല 7-ാം വയസ്സിൽ ഹിഫ്ദ് പഠിച്ച ആളാണ്, ഖുർആൻ ഹിഫ്ദാക്കിയ ആളാണ്. അങ്ങേ ഇറാഖിൽ നിന്ന് വിധവയായ ഒരു സ്ത്രീ അവരുടെ മകന്റെ വൈജ്ഞാനിക സ്വപ്നങ്ങൾ നെഞ്ചിൻ കൂട്ടിൽ വെച്ച് പരിശുദ്ധ ഹറമിലേക്ക് വന്നു. ഹൽക്കയിലിരുന്ന് മോനെ ഹിഫ്ള് പഠിക്കുന്നത് ദൂരെ ഇരുന്ന് തസ്ബീഹും തഹ്ലീലും ചൊല്ലി അവർ കേട്ടു. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണ വസ്തുക്കൾ അതുകൊണ്ട് അരപ്പട്ടിണി കിടന്ന് കഴിച്ച് ജീവിച്ചു അവര്. 7-ാം വയസ്സിൽ ആ കുട്ടി ഹാഫിളായി. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ പിന്നെ ഏതൊക്കെ മേഖലയിലൂടെ കടന്നുപോയി ആ വലിയ മനുഷ്യൻ. വക്കീഅ് റഹിമഹുല്ലാ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട് പറയാണ്, എനിക്കൊന്നും ഹിഫ്ള് നിൽക്കണില്ല ഞാൻ പഠിച്ചിട്ട്. വക്കീഅ് റഹിമഹുല്ലാ പറയണത്, നീ പാപങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചോ, ഫർശദനി ഇലാ തർക്കിൽ മആസി, നീ പാപങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് പറയാ, ഇഅലം ബിഅന്നൽ ഇൽമ നൂറുൻ, വിജ്ഞാനം എന്ന് പറയുന്നത് പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുതാ ലിആസി, ഒരിക്കലും അള്ളാഹുവിന്റെ ഇൽമ് അള്ളാഹു പാപിക്ക് കൊടുക്കൂല. 20 കൊല്ലമായിട്ട് നിസ്കാരത്തെ കുറിച്ച് എന്താണോ അറിയാം, ആ 20 കൊല്ലം മുമ്പ് പറയണത് എപ്പോഴും അറിയുള്ളൂ. 20 കൊല്ലം മുമ്പ് എത്രയാണോ ഖുർആൻ ഹിഫ്ള് ഉള്ളത് അത്ര എപ്പോഴും ഹിഫ്ള് ഉള്ളൂ. അതിന് മാഞ്ഞതല്ലാതെ കൂടിയിട്ടില്ല. ഇസ്ലാം വിവാദമാകുന്ന കാലത്ത് ഇസ്ലാം വിമർശകർക്കുള്ള മറുപടി കേവലം ഉള്ളിലെ വൈകാരങ്ങളും വൈകാരികതയും മാത്രമാണ്. നിങ്ങൾ നോക്ക്, ഫലസ്തീനിൽ നിന്ന് വന്ന വ്യത്യസ്തമായ കുറെ വീഡിയോസ് ഉണ്ട്. അതില് ഒരു 5 വയസ്സുകാരന്റെ ഒരു വീഡിയോ ഉണ്ട്. 5 വയസ്സുകാരന്റെ വീഡിയോ. ആ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന ഗസ നഗരിയാണ്. അവിടെ നിന്ന് കുട്ടി ഇങ്ങനെ പുഞ്ചിരിച്ചു പറയുന്നുണ്ട്, എന്താ അറിയോ, അജബൽ അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ്. അവന്റെ കാര്യം മഹാത്ഭുതമാകാനുള്ള കാരണം എന്താ? ഇൻ അസ്വാബതുഹു സർറാ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസ്വാബതുഹു ദർറാ സബറ ഫകാന ഖൈറൻ ലഹു. അവന് ദുരിതം ബാധിച്ചാൽ അവൻ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും? പിന്നെ ഇസ്തിർജാ നടത്തും. അല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നതാണ്. ഇതൊരു വലിയ ഇൽമാണ്.
ആ ഇൽമയാണ് അവർ നിൽക്കുന്നത്. നമുക്ക് കാലൊന്ന് വെച്ചുകുത്തി, നഖമൊന്ന് പൊന്തി പോയിട്ടില്ല, നഖമൊന്ന് ഇങ്ങനെ പൊളിഞ്ഞു, 2-3 ദിവസം ഓഫീസൊക്കെ ലീവാക്കി നമ്മൾ പെരയിൽ കാലും നീട്ടി ഇരിക്കുകയാണ്. ആ ലോകത്തെല്ലാവരും പാഞ്ഞു വരികയാണ്. നല്ലത്, രോഗസന്ദർശനമൊക്കെ അഫ്ളല്. പക്ഷേ അവരനുഭവിക്കുന്നത് എന്താണ്? അവരുടെ നാടെന്താണ്? പക്ഷെ അവർ പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഈ ബോധ്യമാണ് സഹോദരന്മാരെ, ഈ ബോധ്യമാണ്. അതുകൊണ്ട് തിന്മകൾ വർദ്ധിക്കുമ്പോൾ ജീവിതത്തിന് അതുവഴി ഒരുപാട് നഷ്ടങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മാത്രല്ല സമാധാനം നഷ്ടപ്പെടുന്നതാണ്. തിന്മ വർദ്ധിക്കുമ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെടും, ഡിപ്രഷനും ടെൻഷനും ഒക്കെ കൂടും. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും വിശ്വാസത്തെ ശിർക്കുമായി കലർത്താതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, ഉലൈക ലഹുമുൽ അംനു, അവർക്ക് മനസ്സമാധാനമുണ്ട്, വഹും മുഹ്തദൂൻ, അവർ നേർമാർഗത്തിലായിരിക്കുന്നതാണ്. എനിക്ക് പടച്ചോനുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം ഉള്ളിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, പടച്ചോനുണ്ട് എനിക്ക് എന്നുള്ളൊരു അങ്ങേയറ്റത്തെ ബോധ്യം ഉള്ളിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല, ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഭാര്യ ലേബർ റൂമിലാണ്, പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഉള്ളിൽ നിന്നൊരു ഒരു കരച്ചിൽ, ഇങ്ങനെ നേരിയൊരു കരച്ചിൽ നമുക്ക് ഈ ഡോറൊക്കെ ഇങ്ങനെ തുറയുമ്പോഴൊക്കെ കേൾക്കാം. ലേബർ റൂമിന്റെ ഡോറ് തുറന്ന് സിസ്റ്റർമാർ പോകുമ്പോഴും വരുമ്പോഴൊക്കെ കേൾക്കാം. എന്താ വിഷയം? പ്രഗ്നന്റ് ആവാൻ പാടില്ലാത്തൊരു പെൺകുട്ടി, വോൾവിന്റെ ഒക്കെ സർജറി കഴിഞ്ഞ് പ്രഗ്നന്റ് ആവാൻ പാടില്ലാത്തൊരു പെൺകുട്ടി, ഒരു സർജറിക്ക് പ്രാപ്തമല്ലാത്ത ശരീരമുള്ള ഒരു പെൺകുട്ടി, അവരുടെ പ്രസവം വൈകുകയാണ്, ഡോക്ടേഴ്സ് ശ്രമിക്കുകയാണ്. അപ്പൊ അവരുടെ വല്യമ്മയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് ഇവരോട് പറയാണ്, എന്റെ മോള് ഇപ്പൊ 5 മിനിറ്റ് മുമ്പ് പ്രസവിച്ചു, നിങ്ങൾ ഇന്ന ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഒരു ഉറുക്ക് കെട്ടിയാൽ മതി. അപ്പൊ ഞാനിത് ലൈവായിട്ട് ഇങ്ങനെ കാണാണ്. പഠിച്ചോനെ, ഇത്രയും നേരം സ്വബറാക്കിയിട്ട് അവസാനം അപ്പൊ ഈ സഹോദരന്റെ മറുപടി എന്താ? അവള് ജനിച്ചതിന്റെ ശേഷം ഒരു 2 ആളും മരിച്ച 2 ഖബർ, അല്ല ജനിക്കണീന്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ ഒറ്റ ഖബർ. മളെ, ശിർക്ക് ചെയ്തിട്ട് പടച്ചോന്റെ തൃപ്തി ഇല്ലാതെയിട്ട് എനിക്കൊന്നും ആവശ്യമില്ല. ഇതൊരു സമീപനമാണ് സഹോദരിമാരെ. ജീവിതം വേട്ടയാടുന്ന ഒരു നേരത്ത് ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തിന്റെ മുന്നിൽ ശക്തമായി പുലർത്തേണ്ട ഒരു സമീപനത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാപമുക്തമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിനു ശേഷം മദീന പള്ളിയിൽ നടത്തിയ ഒരു ചർച്ചയായിരുന്നു. 18 വയസ്സുള്ള ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വഫാത്തിന്റെ മുമ്പ് പ്രവാചകൻ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സൈന്യത്തിന്റെ ഒരു സൈനിക സംഘത്തെ നിയോഗിച്ചിരുന്നു. എന്നാൽ പെട്രോളിങ്ങിന്, നമ്മുടെ നാട്ടിൽ പറഞ്ഞാല് ഒരു ഡീറ്റെയിൽ പെട്രോളിങ്ങിന് ആളെ നിശ്ചയിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. പെട്രോളിങ്ങിന് ആളെ നിശ്ചയിച്ചതൊക്കെ സൈനിക സംഘങ്ങളായിട്ടാണ് ചരിത്രകാരന്മാർ എണ്ണിയത്. അതുകൊണ്ട് കണ്ടമാനം നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 വർഷം ജീവിച്ചത് മദീനയിൽ, 10 വർഷമാണ്. ആ 10 വർഷത്തിന്റെ ഇടക്ക് 2 വർഷം ഒരു യുദ്ധമില്ലാത്ത കാലഘട്ടമാണ്, 8 വർഷമാണ് അവിടെ യുദ്ധത്തിന്റെ കാലഘട്ടം. അതിൽ 9 യുദ്ധമാണ് ആകെ നടന്നത്, പുറം നടന്നിട്ടില്ല. വേറെ വിഷയമാണ്, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു മാത്രം. ഈ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘം ശത്രുക്കളെ വിരട്ടി ഓടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു. അപ്പൊ ഈ സംഘത്തെ തിരിച്ചു വിളിക്കണോ അതല്ല അവരെ പറഞ്ഞേക്കണോ എന്നാണ് ചർച്ച. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തൊക്കെ പലരും പലതും പറഞ്ഞു. അഭിപ്രായം, സക്കാത്ത് വിരോധികൾ ഒരു ഭാഗത്ത് നമുക്കെതിരിലുണ്ട്, പിന്നെ മുനാഫിഖീങ്ങൾ വേറൊരു ഭാഗത്തുണ്ട്, യഹൂദന്മാർ അവസരം നോക്കി നിൽക്കുകയാണ്, മാനസികമായിട്ട് എല്ലാവരും തകർന്നിരിക്കുകയാണ്. നമുക്കൊരു യുദ്ധത്തിന് ഇപ്പൊ കഴിയുമോ? എല്ലാം കേട്ടതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തരമുണ്ട്. ലൗ ജറത്തിൽ കിലാബ് ബിഅർജുലി അസ്വാജിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറദത്തു ജൈശൻ വജ്ജഹഹു റസൂലുള്ളാഹ് വമാ ഹലൽതു ലിവാൻ അഖദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്നോട് പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെയാണ്. ഞാൻ അതിലേറെ വലിയൊരു പ്രശ്നം പറയാം. മദീനയിലെ പള്ളിയിൽ, മദീനയിലെ പ്രവാചകന്റെ പത്നിമാരുടെ വീടുകളിൽ കയറി മദീനയിലെ പട്ടികൾ അവരുടെ കൈകാലുകൾ കടിച്ചെടുത്ത് മദീനയിലെ അങ്ങാടികളിലൂടെ നടക്കുന്നത്ര ആഭ്യന്തര പ്രശ്നം, ക്രമസമാധാന പ്രശ്നം നാട്ടിലുണ്ടെങ്കിൽ പോലും ഉസാമത്ത് ബിൻ സെയ്ദിന്റെ സംഘത്തെ അള്ളാഹുവിന്റെ റസൂൽ നിയോഗിച്ചതാണ്. ഞാൻ പിൻവലിക്കൂല. ആ പ്രവാചകനേക്കാളും വലിയൊരു സംഭവം എനിക്ക് ആവശ്യമില്ല. അപ്പൊ അവിടെ
യുദ്ധം എന്നൊക്കെ പറയുന്നത് സന്ദർഭത്തിനനുസരിച്ച് നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ പോലും അവർ കാണിക്കുന്ന ഒരു സൂക്ഷ്മത എത്രയാണ്. എല്ലാവരുടെയും വാചകങ്ങൾ ഒന്നാക്കി. അദ്ദേഹത്തിന്റെ തീരുമാനം ഇതായിരുന്നെങ്കിലും ശൂറയിലൂടെ അവരുടെ എല്ലാവരുടെയും വാചകം ഒന്നാക്കി. ഞാൻ ഈ ചരിത്രം എന്തിനാണ് ഇവിടെ ഉദ്ധരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകന്റെ ഒരു ഹദീസിന്റെ മുമ്പിൽ നമുക്ക് ഇത്തരം ഒരു മനസ്സുണ്ടോ? ഉണ്ടോ സഹോദരന്മാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിന്റെ മുമ്പിൽ പലപ്പോഴും ഹദീസ് നമുക്ക് ഒരു 2ാം നമ്പറാണ്. സമൂഹത്തിൽ ഹദീസ് നിഷേധികൾ വന്നതുകൊണ്ടും ഹദീസുകൾ സംബന്ധിച്ച വിമർശനങ്ങൾ വന്നതുകൊണ്ടൊക്കെ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചത്. ഒരു ലഈഫായ ഹദീസ് പോലും വിശ്വാസി സ്വീകരിക്കേണ്ടാത്തത്ര സുരക്ഷിതമായി അത്ഭുതകരമായി ഹദീസ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിഷയത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാത്തവർ പലതും പറയും. ഇപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്, ഒരു വ്യക്തി ഗർഭപാത്രത്തിലിരിക്കെ 49 ദിവസം കഴിയുമ്പോൾ ഒരു മലക്ക് വരും. ഒരു മലക്ക് വന്നിട്ട് എന്തു പറയും? അള്ളാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ എന്താക്കണം? ആണാക്കണോ പെണ്ണാക്കണോ? ആണാക്കണോ പെണ്ണാക്കണോ എന്നുള്ള വിഷയത്തിൽ അള്ളാഹു ഇപ്പൊ പറഞ്ഞു കൊടുക്കും ഇന്നതാക്കണമെന്ന്. അപ്പൊ അതാക്കുന്നതാണ്. ശാസ്ത്രം അനുസരിച്ച് XS ക്രോമസോമും XY ക്രോമസോമിന്റെയും കൂടിച്ചേരലുകൾ ബീജവും അണ്ടവും ചേരുന്നിടത്ത് ഉണ്ടാകുന്നു എന്നാണ് ശാസ്ത്രം നിർവചിച്ചിരുന്നത്. അവിടുന്ന് മാറി ഗർഭപാത്രത്തിലേക്ക് അണ്ടബീജങ്ങൾ എത്തിയതിനു ശേഷം പിന്നീടുണ്ടാകുന്ന സമയമെടുത്തു ചെയ്യുന്ന ഒന്നാണിത് എന്ന ആണാകുന്നതും പെണ്ണാകുന്നതും എന്ന ഹദീസ് ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാം വിരോധികളും ശക്തമായ വിമർശനത്തിന് വിധേയാക്കിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലെ സ്കോളേഴ്സ് അന്ന് ശക്തമായി നിലകൊണ്ടിട്ടുണ്ട്. ശാസ്ത്രം സാധ്യതകൾ തേടുന്ന ഒരു ശാഖയാണ്. സാധ്യതകൾ തേടിയ ഇതും നിങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുപോലെ 2010 ഇന്റർനാഷണൽ സയൻസ് കോൺഫറൻസ് ഈ ഒരു തത്വത്തിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ മിനിമം ബുദ്ധി വെച്ച് ഹദീസിനെ അളന്നുകൂടാ. അവിടെ തന്നെ ഹദീസ് എന്നത് ഇന്ന് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഗത്തുനിന്ന്, ഹദീസ് നിഷേധികളുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ അറ്റാക്ക് വരുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് ഹദീസിന്റെ പ്രാമാണികത, അതിൽ വിമർശിക്കപ്പെടുന്ന ഹദീസുകൾ, ഇതുപോലത്തെ ഏരിയ ശക്തമായി എടുത്തുകൊണ്ട് നമ്മൾ ഹദീസ് സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മിമ്പറിൽ തന്നെ ഇത് പറയുന്നത് ഒരു വൈജ്ഞാനിക സെഷൻ ആണ് എന്നതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് എടത്തനാട്ടുകരയിൽ വെച്ച് ഇന്ന് ഹദീസ് സെമിനാർ നടക്കുകയാണ്. അപ്പൊ ഹദീസ് എങ്ങനെ പ്രമാണമാകും, അതിൻ്റെ സംഗതികൾ എന്തൊക്കെയാണ്, നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഹദീസ്. ഇങ്ങനെ ഒരു വലിയ മെസ്സേജാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണമെന്ന് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗസയിലെ പോരാളികൾക്ക് അള്ളാഹു കരുത്തു പകരുമാറാകട്ടെ. ലോകത്തെമ്പാടും നമ്പരങ്ങളിൽ കഴിയുന്ന 1000 മനുഷ്യർക്ക് അള്ളാഹു ആശ്വാസങ്ങൾ കൊടുക്കുമാറാകട്ടെ. കടക്കെണികളിൽ, പലിശക്കെണികളിൽ കുടുങ്ങിയവരെ അള്ളാഹു അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. സമാധാനാന്തരീക്ഷത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന ഒരു അവസ്ഥ എന്നുമെന്നും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين.